എൻ്റെ കൂടെ ചിറ്റാറ്റിലുള്ള ഡോക്ടർ ബെന്നിയാണ്. ഇദ്ദേഹം CEO ആണ്. ജൂബിലി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ തൃശ്ശൂർ. കാത്തലിക് സഭയുടെ തൃശ്ശൂർ രൂപതയുടെയാണ് ഈ മെഡിക്കൽ കോളേജ്. അപ്പോൾ അവിടെ നേഴ്സുമാർ ഏകദേശം 100ഓളം ദിവസമായിട്ട് സമരം ചെയ്യുകയാണ്. ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് പ്രശ്നം? ഏത് രീതിയിലാണ് കാത്തലിക് സഭയ്ക്ക് ഈ പറയുന്ന നേഴ്സിംഗ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്നും ക്രിസ്ത്യൻ കാത്തലിക് കമ്മ്യൂണിറ്റി ആണുള്ളത്. അപ്പോൾ അതിൻ്റെ സിഇഒയുടെ ചില ചോദ്യങ്ങളും സംശയങ്ങളുണ്ട്, നമുക്ക് ചോദിക്കാം. സാർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഡോക്ടർ ബെന്നി, ഏകദേശം 100ഓളം ദിവസമായിട്ട് ഈ സമരം നടക്കുന്നു ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ. ഇവർ ഈ പറയുന്ന ഡിമാൻഡുകളുണ്ട്, അതായത് ഏറ്റവും സാലറി കുറച്ചിട്ടാണ് കൊടുക്കുന്നത്, കാത്തലിക് സഭ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഈ രീതിയിലുള്ള അലിഗേഷനാണ്. അവർ മുഖ്യമന്ത്രിയെ കാണുന്നു, ആരോഗ്യമന്ത്രിയെ കാണുന്നു. ഇത്രയും പെൺകുട്ടികൾ അവരെല്ലാം ആ റോഡിലെ മഴയും സമയത്ത് അവിടെ ഇരിക്കുകയാണ്. എന്താണ് ബേസിക്കലി അവരുടെ ഡിമാൻഡ് എന്തുവാ? Thank you, Mr. Matthew, for inviting me for the chit chat. First of all, എനിക്ക് ഈ സമരത്തെക്കുറിച്ച് ഞങ്ങളെ സംബന്ധിച്ച് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം we also strongly believe that nurses are a vital element in the ecosystem of a healthcare. ഞങ്ങളുടെ 1100 നഴ്സുമാരുണ്ട്. അപ്പം nurses play a very pivotal role in healthcare system. 107 ദിവസമായിട്ട് അവരിപ്പോൾ സമരത്തിലാണ്. ഞങ്ങൾ വേറെ വേദനിപ്പിക്കുന്നു. ഈ സമരത്തിലെ ബേസിക് അവരുടെ ഡിമാൻഡ് ശമ്പള വർധനമാണ്. ഈ ശമ്പള വർധനയില് നടന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം ആമുഖമായിട്ട് പറയാം. കേരളത്തില് അവരുടെ തന്നെ നേതാവ് സമ്മതിക്കുന്നത് പോലെ ഏറ്റവും അധികം ശമ്പളം കൊടുക്കുന്ന ഹയസ്റ്റ് പെയ്ഡ് ആയിട്ടുള്ള നഴ്സസ് ജൂബിലിയിലാണ്. സെക്കൻഡ് ഹയസ്റ്റ് പെയ്ഡ് അമലയിലാണ്. സമരം തുടങ്ങുമ്പോൾ അങ്ങനെ ആയിരുന്നെന്ന് അവരും സമ്മതിക്കുന്നു. പക്ഷെ ഇനിയും കൂടുതൽ ശമ്പളം വേണം എന്നുള്ള ഡിമാൻഡുമായിട്ടാണ് അവർ പറയുന്നത്. രണ്ടാമത്തെ ഒരു പശ്ചാത്തലം, കേരളത്തിന്റെ പശ്ചാത്തലത്തില് ഒരു മിനിറ്റ് ഇടപെടേണ്ട ഒരു കാര്യമുണ്ട്. ഡോക്ടർ ബെന്നി, ഇത് പറയുമ്പോൾ അപ്പം നിങ്ങളാണ് ഏറ്റവും കൂടുതൽ സാലറി കൊടുക്കുന്നത്, അമലയാണ് രണ്ടാമത് ഏറ്റവും കൂടുതൽ സാലറി കൊടുക്കുന്നത്, അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നാണ് ഡോക്ടർ ബെന്നി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവരും നിങ്ങളും തമ്മിലുള്ള ശമ്പളത്തിന്റെ വ്യത്യാസം കൂടെ എന്താന്ന് പറയാം. ആരുടെ പേര് പറയണ്ട, ഇൻഡിവിജ്വൽ പേരൊന്നും പറയണ്ട, ജനറൽ ആയിട്ട്. ശരി, ഞാൻ പേര് പറയുന്നില്ല. 2023 ഒരു ഇന്ററിം റിലീഫ് കൊടുത്തത് മുതൽ ഞങ്ങളുടെ ശമ്പളം ഏറ്റവും ജൂനിയറായ സ്റ്റാഫ് നഴ്സിന് 32,718 രൂപയാണ്. 32,718 മുതൽ 65,000 രൂപ വരെയാണ് ജൂബിലിയില് 2023 മുതൽ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എത്ര വർഷം സർവീസ് ഉള്ള ഒരു നേഴ്സിന്? അതായത് ഫ്രഷ് ആയിട്ട് സ്റ്റാഫ് നേഴ്സ് ആയിട്ട് ജോയിൻ ചെയ്യുന്നവർ, സ്റ്റാഫ് നേഴ്സ് എന്ന് പറയുന്നത് 1 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള നേഴ്സിന് 32,718 ആണ്. അങ്ങനെ നമ്മളുടെ അവിടെ 533 പേരുണ്ട്. പിന്നെ അങ്ങനെ എക്സ്പീരിയൻസ് അനുസരിച്ച് കൂടി ലാസ്റ്റ് സാലറി റേഞ്ച് 45,000 മുതൽ 65,000 വരെയാണ്. അങ്ങനെ 51 പേരുണ്ട്. അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ഈ റേഞ്ചിൽ. ഓക്കെ, ഞാൻ സമ്മതിച്ചു. അപ്പൊ അത് ആ പറയുന്ന സ്റ്റാഫിന്റെ ആ റേഞ്ചിലോട്ട് വരുമ്പോൾ അവർക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് കാണും? ഒരു 5 കൊല്ലം, 10 കൊല്ലം, 20 കൊല്ലം, 25 കൊല്ലം വരെ ഒക്കെ എക്സ്പീരിയൻസുകൾ ഉണ്ടാകും. 25 കൊല്ലത്തിന് മുകളിൽ കുറച്ച് പേരുണ്ട്. അപ്പൊ അവരുടെ ഒരു സ്ലാബാണ് 45,000 മുതൽ 65,000 വരെ. അതെ. ഓക്കെ, ഈ നേഴ്സിംഗ് ഈ സാലറിക്ക് പുറമെ നിങ്ങൾ HRA കൊടുക്കുന്നുണ്ടോ? അല്ല, ഞാൻ XRA അടക്കമാണ് ഈ സാലറി ഞാൻ പറഞ്ഞത്. ഓക്കെ, അതേപോലെ തന്നെ വേറെ ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. മെഡിക്കൽ ബെനിഫിറ്റുകൾ ഉണ്ട് അവർക്ക്. ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട്. പിന്നെ അവിടെ അവര് അഡ്മിറ്റ് ആകുകയാണെങ്കിൽ അവിടെ അവർക്ക് ഈ നമ്മൾ കൊടുക്കുന്ന ചികിത്സയിൽ കുറച്ച് ഇളവുകളുണ്ട്. ഇതാണ് അവിടെ അഡീഷണലി കൊടുക്കുന്നത്. അവരുടെ ഫാമിലിക്കും എംപ്ലോയീസിനുള്ള അത്രയില്ല, പക്ഷെ ചെറിയ ഒരു ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറെ ആളുകൾ ഇതിനകത്ത് ESI ബെനിഫിറ്റിൽ കവേർഡുമാണ്. ഓക്കെ, അപ്പൊ ഇവർക്കെല്ലാം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഫ്രീ ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല, ഫ്രീ ഇൻഷുറൻസ് ഇല്ല. ഞങ്ങൾ കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. ചെറിയൊരു പാർട്ടിസിപ്പേറ്ററി ഇൻഷുറൻസ് ഉണ്ടായിരുന്നു.
പക്ഷെ അതൊരു വയബിൾ അല്ലാതെ വന്നു. കാരണം എന്താന്ന് വെച്ചാല് അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഇൻഷുറൻസ് അടക്കേണ്ട വരുന്നു. പക്ഷെ വളരെ കുറച്ച് പേരല്ലേ, ഒരു 3600 ആരിൽ കുറച്ച് പേരല്ലേ അഡ്മിറ്റ് ആവുകയുള്ളൂ. അപ്പൊ ഞങ്ങൾ അത് അവരോട് ഡിസ്കസ് ചെയ്ത് ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ മാറി. ഓക്കെ. ഡോക്ടർ ബെന്നി, എൻ്റെ അടുത്ത ചോദ്യം. അപ്പം നിങ്ങളുടെ സാലറീസ് മാന്യമായിട്ട് ഇറ്റ്സ് അക്സെപ്റ്റബിൾ, ഈ പറയുന്ന സ്ലാബെല്ലാം കേട്ടിട്ട്. ഇപ്പോഴവരെന്താ ഡിമാൻഡ് ചെയ്യുന്നത്? ആ അപ്പം ആദ്യം അതിനകത്ത് നമ്മൾ ഇപ്പോഴത്തെ ഡിമാൻഡ് പറയുന്നതിന് മുൻപ് ഈ 3 മാസമായിട്ട് നടന്ന ഡിമാൻഡുകൾ എന്താണെന്ന് കൃത്യം പറയേണ്ടതുണ്ട്. സമരം തുടങ്ങുമ്പം അവർ പറഞ്ഞിരുന്ന കാര്യം 40,000 രൂപ ബേസിക് സാലറി വേണമെന്നാണ്. 40,000 രൂപ അടിസ്ഥാന ശമ്പളം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് സാലറി ഏതാണ്ട് 62,000 രൂപ വരും. അത് വെച്ചുകൊണ്ടാണ് വേണമെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ അവരുടെ ഗോൾ പോസ്റ്റ് മാറി. എന്നിട്ട് പറഞ്ഞു ജൂബിലിയിൽ നല്ലോണം ശമ്പളം തരുന്നുണ്ട്, പക്ഷെ ബാക്കിയുള്ള ആശുപത്രികളിൽ ശമ്പളം തരാത്തത് കൊണ്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഇവർ പറയുന്നു ബാക്കിയുള്ള ആശുപത്രികളൊക്കെ കരാർ എഴുതി ഒപ്പിട്ടെന്നും അതുകൊണ്ട് നിന്റെ ഈ ജൂബിലിയിൽ കൂടുതൽ ശമ്പളം തരണം എന്നാണ് പറയുന്നത്. ഇപ്പൊ അവർ ആവശ്യപ്പെടുന്നത് മിനിമം ഇനി ഇപ്പൊ കൊടുക്കുന്ന ശമ്പളത്തിനേക്കാളും കൂടുതൽ ശമ്പളം തരണമെന്നാണ് ഇപ്പൊ അവരുടെ ആവശ്യം. ഇപ്പൊ ജൂബിലിയിൽ കൊടുക്കുന്ന ശമ്പളത്തെക്കാളും കൂടുതൽ ശമ്പളം. അപ്പം ഇത് ഏത് രീതിയിലാണ് ഇവർ ഈ പറയുന്ന ലോജിക്ക് ശരിയായിട്ട് പോകുന്നത്? കാരണം ഇവിടുന്ന് കിട്ടുവാണെങ്കിൽ മറ്റിടത്തും കിട്ടുമെന്ന് പറയുന്ന ലോജിക്ക് എന്ത്? അത് ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യമാണ്. അതായത് ഞാൻ അവരോട് സംസാരിച്ചതാണ്. കൂടുതൽ ശമ്പളം കിട്ടുന്ന ആശുപത്രിയിലത്തെ നഴ്സുമാര് അടുത്തുള്ള കുറവ് ശമ്പളമുള്ള നഴ്സുമാർക്ക് വേണ്ടി കൂടുതൽ ശമ്പളമുള്ള ആശുപത്രി ഇറങ്ങുന്ന ഒരു ലോജിക്ക് എനിക്ക് ഒരു സാമാന്യ ബുദ്ധിയിൽ എനിക്ക് മനസ്സിലാവാത്ത ഒരു ലോജിക്കാണ് അത്. ഇപ്പൊ അതേപോലെ തന്നെ സുരേഷ് ഗോപി അവിടുത്തെ മന്ത്രിയാണ്, അതേപോലെ തന്നെ മെമ്പർ ഓഫ് പാർലമെന്റ് ആണ്. പുള്ളി ഈ കാര്യത്തിൽ ഇന്റർവ്യൂ ചെയ്തു. ഞാൻ ഇന്റർവ്യൂ ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. പരസ്യമായിട്ട് പ്രസ്താവനയോ ഇവിടെ വരികയോ ഒന്നും. അത് നമ്മൾ ശരിക്കും നോക്കിയാൽ അറിയാം. ഇതില് വളരെ വിരളമായ, ഞാൻ പേരുകൾ പറയുന്നില്ല, 1-2 പേരാണ് ഇതിനകത്ത് കാര്യമായിട്ട് ഇടപെട്ടിട്ടുള്ളൂ. ഒരു പ്രത്യേക ചാനലുകാരനും 1-2 ഇൻഡിവിജ്വൽസും. അതിന്റെ കാരണം നോക്കിയാൽ തന്നെ നമുക്കറിയാം എന്തുകൊണ്ട് ഇടപെടുന്നില്ല. ജനപ്രതിനിധികൾ ഇടപെടാത്തത് ഞങ്ങൾ അവരുമായിട്ട് ഒരു സംസാരത്തിന്റെ വെളിച്ചത്തിലില്ല. They know the reality. They know that we are doing justice. അതല്ല, Any human being can think. ഏറ്റവും കൂടുതൽ ശമ്പളം. അല്ല, ഒരു ചോദ്യമുണ്ട്. അവിടെ ഉള്ള മറ്റു പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട്, CPM ഉണ്ട്, കോൺഗ്രസ് പാർട്ടിയുണ്ട്, BJP ഉണ്ട്. അവർ ഈ കാര്യത്തിൽ ഇന്റർവ്യൂ ചെയ്യുന്നേ ഇല്ലേ? ആരും പ്രത്യക്ഷത്തില് ഒരു പാർട്ടിപരമായിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടില്ല. എക്സെപ്റ്റ് ഇവരുടെ ഏതോ ഒരു സമരപ്പന്തലിൽ ഏതോ ഒരു BJP 1-2 വ്യക്തികള് വ്യക്തിപരമായി വന്നിട്ടുണ്ട്. ഒഫീഷ്യലി ആരും ഇതിനകത്ത് ഇന്റർവ്യൂ ചെയ്തിട്ടില്ല. ഓക്കെ. അതേപോലെ ഡോക്ടർ ബെന്നി മുഖ്യമന്ത്രിയെ കണ്ടു, ആരോഗ്യമന്ത്രിയെ കണ്ടു. അവരെന്തുവാ പറയുന്നത്? ഞങ്ങള് ഈ ഉണ്ടായ മീറ്റിംഗ് ആരോഗ്യമന്ത്രിയും തൊഴിൽ മന്ത്രിയായിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു. അവരോട് ഞങ്ങൾ കൃത്യമായിട്ട് നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞ ഒരു കാര്യം, സമരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം, അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ നോക്കണം. അപ്പൊ ഞാൻ ഈ കണക്കുകൾ അവരെടുത്ത് നേരത്തെ മിസ്റ്റർ മാത്യുവിനോട് പറഞ്ഞ കണക്കുകൾ അവതരിപ്പിച്ചു. അപ്പൊ അവര് പറഞ്ഞ ലോജിക് അപ്പൊ പറഞ്ഞ ഇതാണ്, ഏറ്റവും വേഗത്തില് മിനിമം വേജസ് നമുക്ക് പ്രഖ്യാപിക്കാം. അങ്ങനെയാണ് അവർ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഓക്കെ. ഡോക്ടർ ബെന്നി, എൻ്റെ ചോദ്യം, ഇപ്പം കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്, അപ്പം മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. എൻ്റെ ഒരു സിമ്പിൾ ആൾക്കാർക്ക് അറിയാനുള്ള ഒരു സംഭവം, ഇപ്പം അവിടെ ജൂബിലിയിൽ ഒരു സർജറി ചെയ്യുമ്പോഴും വേറൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഒരു സർജറി ചെയ്യുമ്പോഴും, ഇപ്പം മേജർ സർജറിയോ അല്ലെ മൈനർ സർജറിയോ ഒക്കെ ആവുകയാണെങ്കിൽ എത്രയായിരിക്കും അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്? അപ്പം അതിലേക്ക് സർജറിയിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ OP ചാർജുകളുടെ കാര്യം പറഞ്ഞ് സർജറിയിലേക്ക് വരാം. ജൂബിലിയില് ഒരു ഡോക്ടറെ കാണാനായിട്ട് 100 രൂപയാണ് OP കൺസൾട്ടേഷൻ ചാർജ്. ഈ ഡോക്ടറെ ഈ 100 രൂപ കൊടുത്താൽ അടുത്ത 14 ദിവസം ഫ്രീ ആണ്. ഒരു സൂപ്പർ സ്പെഷ്യലിസ്റ്റിനെ കാണാൻ 200 രൂപയാണ്. ന്യൂറോളജി, കാർഡിയോളജി അങ്ങനെ കാണാൻ അവർക്ക് പിന്നെ 14 ദിവസം ഫ്രീ ആണ്. രണ്ടാമത് ഇപ്പൊ ഒരു ഗൈനക്കോളജിയിൽ ഈ അടുത്ത് വരെ നമ്മൾ ഇനി അത് അധികം വൈകാതെ അതിലല്പം റേറ്റ് കൂട്ടും. ഒരു ഗൈനക്കോളജി നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരു കാർഡ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്, ജൂബിലി കെയർ കാർഡ്. ആ കാർഡിന്റെ പശ്ചാത്തലത്തിൽ
9,900 ആണ്, 9,900 ആണ് പ്രസവം കഴിഞ്ഞ് മരുന്നും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പോകുന്ന പാക്ക് നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. പാക്കേജ്. ഇത് ഇപ്പൊ ഈ സ്കീം ഇപ്പൊ നമ്മൾ ഇനി കുറച്ച് കൂട്ടേണ്ടി വരും. ഞാൻ പറഞ്ഞ നിലവിലുള്ളത് ഈ റേറ്റുകൾ കുറച്ച് കാലങ്ങളായിട്ട് നമുക്കുള്ള റേറ്റുകളാണ്. ഇത് മറ്റുള്ളൊരു ആശുപത്രിയാണെങ്കിൽ, തൃശ്ശൂരുള്ള മറ്റു ആശുപത്രിയാണെങ്കിൽ ഈ 100 രൂപ എന്നുള്ളത് 300 രൂപയും 200 രൂപ എന്നുള്ളത് 500 രൂപയാണ്. ഇത് മറ്റ് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് ആണ് 750 ഉണ്ട്, 1000 ഉണ്ട്, 1500 ഉണ്ട്. എനിക്ക് 2000 രൂപ വരെ OP ചാർജുള്ള ആശുപത്രികളെ എനിക്കറിയാം. ഇനി സർജറിയിലേക്ക്, ഇനി ഗൈനക്കോളജിയിലേക്ക്, പ്രസവത്തിലേക്ക് നടത്തുകയാണ് ഞാൻ ഈ ഒരു സ്പെഷ്യൽ കാർഡ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള, ഇനി നമ്മൾ കൂട്ടാൻ പോകുന്നത് നോക്കുകയാണെങ്കിൽ അടുത്തുള്ള ആശുപത്രി നോക്കുകയാണെങ്കിൽ 20,000 25,000 ആണ്. അത് ഒരു മൾട്ടി സ്പെഷ്യൽ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ അത് 50,000 60,000 ആണ്. ഇനി സർജറികൾ നോക്കുകയാണെങ്കിൽ ഒരു സ്പെസിഫിക് സർജറികളുടെ ഡേറ്റ എന്റെ മനസ്സിലെങ്കിലും ഓൺ ആൻ ആവറേജ് നിയർ ബൈ ഹോസ്പിറ്റലുകളിലെ എല്ലാ ആശുപത്രികളിലല്ല, നമ്മൾ ഒരു 30% കൂടുതലാണ്. അതേസമയം കോർപ്പറേറ്റ് ആശുപത്രികളിൽ പോവുകയാണെങ്കിൽ അത് ഓൾമോസ്റ്റ് 100% 150% നമ്മളുടെ കൂടുതലാണ്, നമ്മളെക്കാളും കൂടുതലാണ്. അപ്പൊ ഇപ്പൊ ഏത് കാറ്റഗറിയാണ് സർജറി ആണെന്നും കൂടെ ഒന്ന് പറയണം ഡോക്ടർ. അപ്പൊ നല്ല കുറച്ചും കൂടെ ക്ലാരിറ്റി വരത്തുള്ളൂ. ഇപ്പൊ ജനറൽ സർജറികൾ നോക്കുകയാണെന്ന് വിചാരിക്കുക. ജനറൽ സർജറികൾ നോക്കുകയാണെങ്കിൽ ഒരു 30% ഒക്കെ കൂടും. അതേപോലെ CABG, അതാണ് ഇപ്പൊ ഒരു കമ്പാരിസൺ പറയാൻ പോകുന്ന ഓപ്പൺ ഹാർട്ട് ബൈപ്പാസ് സർജറി. ഈ സർജറിയിലേക്ക് നമ്മുടെ റേറ്റിനേക്കാൾ ഇരട്ടി റേറ്റ് ആണ് മൾട്ടിനാഷണൽ, ഇരട്ടിയേക്കാളും കൂടുതൽ റേറ്റ് ആണ് മൾട്ടിനാഷണൽ പല ഹോസ്പിറ്റലുകളിലും. ഞാൻ ഇതിനകത്തൊരു സോറി ടു ഇന്ററപ്റ്റ്, ഒരു കാര്യം കൂടെ നേരത്തെ എന്നോട് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചൊരു എക്സ്പ്ലനേഷൻ മുഴുവനാക്കിയില്ല. ഇങ്ങനെയാണെങ്കിലും ഈ സമരം തുടങ്ങുമ്പോൾ we were still paying the highest salary when compared to all the multinational hospitals. ഇപ്പൊ എനിക്കറിയാം, സമരം തുടങ്ങി ഇതുപോലെ മുൾമുനയിൽ നിർത്തി ബഡ്ജ് ചെയ്ത് ഒപ്പിട്ടപ്പോ ഇവർ പറയുന്നത് 2 or 3 ആശുപത്രികളിലേക്ക് അവര് 6,000 8,000 10,000 രൂപ വരെ കൂട്ടി. എന്നിട്ട് ഞാൻ അന്വേഷിച്ചിട്ട് ആ കൂട്ടിയ എമൗണ്ട് പോലും ഞങ്ങളിപ്പോ കൊടുക്കുന്നതിനേക്കാളും തുച്ഛമായ കൂടുതലേ വന്നിട്ടുള്ളൂ. 8,000 10,000 കൂട്ടിയിട്ട് ഇരട്ടിയിലധികം 150. അതായത് ഡോക്ടർ ഈ പറയുന്ന സോ കോൾഡ് മൾട്ടി സ്പെഷ്യാലിറ്റി കോർപ്പറേറ്റ് ഹോസ്പിറ്റലിന്റെ കാര്യമാണ് ഈ പറയുന്നത്. അതെ 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 അതെ. അപ്പൊ ബേസിക്കലി ഇത് പറയുന്ന ഒരു ഹൈപ്പ് എന്ന് മാത്രമേ ഉള്ളൂ. യെസ്, ഇറ്റ് ഈസ്. അപ്പം അതെന്തുകൊണ്ട് ഈ പറയുന്ന നേഴ്സസ് യൂണിയൻ നേതാക്കള് ഇത് ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ആയിട്ട് ടാർണിഷ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യാനുള്ള പരിപാടിയാണ്? നമുക്ക് ഈ ലോജിക്കുകള്, ഞാൻ പറയുന്ന മലയാളത്തിൽ പറയുന്ന, ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് ഉറക്കത്തിൽ നിന്ന് വിളിക്കാം, ഉറക്കം നടിക്കുന്നവരെ വിളിക്കാൻ പറ്റില്ല. ഈ ലോജിക്ക് അറിയാതെയാണ് ഈ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്, എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഈ ലോജിക്കുകളൊക്കെ അറിയാം. ഈ ലോജിക്കുകൾ അറിയാവുന്നത് കൊണ്ടാണ് ഇതിനകത്ത് വേറൊരു ഇമ്പോർട്ടന്റ് ഈ ലോജിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ജൂബിലിയിലെ നഴ്സുമാരിലെ 70 to 75% നഴ്സുമാര് സമരത്തിന് പോയിട്ടില്ല. അപ്പൊ അത് മനസ്സിലാക്കേണ്ടത്, ഇതൊരു മൈനോറിറ്റി മാത്രമേ സമരത്തിന് പോയിട്ടുള്ളൂ. 350ഓളം നഴ്സുമാരെ സമരത്തിനുള്ളൂ. ബാക്കി 800-ലധികം നഴ്സുമാരെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഈ ലോജിക്ക് ഞങ്ങൾ ഇല്ലോജിക്കലാണെങ്കിൽ ഇത് എല്ലാവർക്കും ബാധകാവണ്ടേ? ഈ 800-ലധികം നഴ്സുമാര് ഞങ്ങളുടെ കൂടെ ജൂബിലി നിൽക്കുന്നത് ജൂബിലിയുമായിട്ട് അവിഹിത ബന്ധം ഉണ്ടായിട്ടൊന്നുമല്ല. അവരാരും UNA മെമ്പേഴ്സ് അല്ലാതായിരുന്നിട്ടുമല്ല. Because they know the logic. They know that we are paying the highest salary. They know that കേരളത്തിലെ ഇന്ന് നിലവിലുള്ള മിനിമം വേസിന്റെ ഇരട്ടിയേക്കാളും എത്രയോ കൂടുതലാണ് ജൂബിലി കൊടുക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഓക്കെ, അതൊരു വലിയ നല്ല ക്ലാരിറ്റിയാണത്. ഞാൻ ഡോക്ടറോട് കാര്യം ചോദിക്കട്ടെ. ഇപ്പം എനിക്കറിയാം, ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത്. ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്. കാരണം പക്ക ബിസിനസ് കോർപ്പറേറ്റ് ഹോസ്പിറ്റലാണ് ഇവിടെ. അത് കയറിയിട്ട് അത് കഴിയുമ്പം വെടി അങ്ങ് തീർന്നു പോകും. അതേപോലെ അറിയുന്നൊരു സംഭവമുണ്ട്, അതായത് എല്ലാവർക്കും അറിയ സംഭവമുണ്ട്. ഡോക്ടർമാർക്ക് ടാർജറ്റ് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്ക്. ജൂബിലിയിൽ ഇതേപോലെ ഡോക്ടർമാർക്ക് ടാർജറ്റ് കൊടുത്തിട്ട്? എക്സലന്റ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ ഈ പണി ഉപേക്ഷിച്ചു പോകും. ഞാൻ ഇതിട്ട് മുമ്പ് അമേരിക്ക US വേറെ, ബൈ ദ വേ, ഞാൻ കോർപ്പറേറ്റൈസേഷൻ എതിരൊന്നുമല്ല. ഞാൻ കോർപ്പറേറ്റിലാണ്
I earned my bread for almost 10 years working in a corporate. But that corporate organization was entirely different. That is an organization with a lot of values, culture. ഇനി ജൂബിലിയിലെ ഒരാൾക്കും ഒരു ടാർഗറ്റും ഇല്ല. ഇന്നലെ I was talking to one of our very senior doctors, and he was telling me the very reason why he's staying in Jubilee is because of the culture of medical ethics that we propagate. ഒരാൾക്കും ഒരു ടാർഗറ്റും ഇല്ല. But they are encouraged to do ethical medical practice. And all our doctors stay here, not because we are paying the best salary to the doctors, because we don't give targets. There is a medical ethics that we perfectly follow. ഇപ്പം ബേസിക്കലി ഈ പറയുന്ന ആശുപത്രികൾക്ക് ടാർഗറ്റ് ഇല്ല. ഡോക്ടേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നത് അവരുടെ മെഡിക്കൽ എത്തിക്സിൻ്റെ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ടാണ്. എൻ്റെ അടുത്തൊരു ചോദ്യം, ഈ ഡോക്ടേഴ്സിന് അവിടെ നല്ല സാലറി ആണോ കമ്പാരിറ്റീവ്ലി? എനിക്ക് സോറി ടു സേ, ഐ വുഡന്റ് സേ ദാറ്റ് ദേ ആർ ദ ബെസ്റ്റ് പെയ്ഡ്. അതായത് ഞങ്ങളുടെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ആശുപത്രികളിൽ മൾട്ടിനാഷണൽ ആശുപത്രികളിലൊക്കെ കൊടുക്കുന്ന അത്ര ഒരു സാലറി ഒന്നും ഞങ്ങൾ കൊടുക്കുന്നില്ല. അതൊരു റിയാലിറ്റിയാണ്. അത് കൊടുക്കാൻ പറ്റൂല, ഞങ്ങളുടെ റേറ്റ് വെച്ച് കൊടുക്കാനും പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും ഐ നോ ദാറ്റ് സാധാരണ ഒരു മിഷണറി ആശുപത്രികൾ കൊടുക്കുന്നതിനേക്കാളും നല്ല സാലറി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് രണ്ട് കാരണമാണ് അത് കൊടുക്കുന്നതിന്റെ. ഒന്ന്, എന്തൊക്കെ പറഞ്ഞാലും മണി ഈസ് വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് മോട്ടിവേഷൻ. അത് ഒരു റീസണബിളി എബവ് ആവറേജ്, ഡെഫിനറ്റ്ലി എബവ് ആവറേജ് പെയ്ഡ് ആണ്. രണ്ടാമത്തെ കാര്യം, വി ഓൾസോ ഹാവ് എ മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജിൽ ഡോക്ടേഴ്സിനെ അട്രാക്ട് ചെയ്യുകയും നാഷണൽ മെഡിക്കൽ കൗൺസിൽ ഒരു സാലറി ഒരു റെക്കമെൻഡേഷൻസിലും വരണമെങ്കിൽ we need to pay relatively good salary. But in summary, we are not the best pay makers, and most of the doctors stay here because they get a fat salary. ഓക്കെ ഡോക്ടർ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഞാൻ ഒന്ന് രണ്ട് ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. ഈ ജൂബിലി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ഇത് ലാഭത്തിലാണോ അതോ ബ്രേക്ക് ഈവൻ ആണോ, ഏത് രീതിയിൽ ഇത് പോകുന്നത്? ഓക്കെ, ഗുഡ് ക്വസ്റ്റ്യൻ. പക്ഷെ ഇതിന്റെ ഫിനാൻഷ്യൽസ് ഞാൻ ഇൻഡിക്കേഷൻസേ പറയാൻ അല്ല, അത് ആൾക്കാർക്ക് അറിയണമല്ലോ. കാരണം പല ആൾക്കാരും പല രീതിയിലല്ലേ പറയുന്നത്. വാട്ട് എക്സാക്ട്ലി ഈസ് ഇറ്റ്? നമുക്ക് 8 സ്ഥാപനങ്ങളാണുള്ളത്. ഇതിന്റെ ജൂബിലി മിഷൻ ELK 8 സ്ഥാപനങ്ങളാണുള്ളത്. അതില് ആശുപത്രിയാണ് ഏറ്റവും പഴയത്. വി ആർ സെലിബ്രേറ്റിംഗ് അവർ 75th ഇയർ ഓഫ് എക്സിസ്റ്റൻസ്. അതില് മെഡിക്കൽ കോളേജ് ഹ്യൂജ് ലോസിലാണ് പോകുന്നത്. അതായത് സ്റ്റുഡൻസ് മെഡിക്കൽ കോളേജ് മെഡിക്കൽ ഹ്യൂജ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു കുട്ടിക്ക് പഠിക്കാനായിട്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 12 to 14 lakhs ആണ് പെർ ഇയർ വരുന്നത്. നമ്മൾ കുട്ടിയിൽ നിന്ന് ഫീസ് വാങ്ങുന്നത് 8 point something ആണ്. എക്സാക്ട് ഫിഗർ എനിക്ക് ഓർമ്മയില്ല, ഐ കൻ ഷെയർ. അതാണ് വാങ്ങുന്നത്. അപ്പൊ ഒരു കുട്ടിക്ക് ഒരു കൊല്ലം തന്നെ ഇത്ര ഡിഫറൻസ് വരുന്നു. മെഡിക്കൽ കോളേജ് ഹ്യൂജ് ലോസിലാണ് പോകുന്നത്. ഹോസ്പിറ്റല് അതുപോലെ നഴ്സിംഗ് കോളേജ് ഇന്റർവ്യൂ. പക്ഷേ ഞാൻ അറിഞ്ഞിടത്തോളം ഈ പറയുന്ന മെഡിക്കൽ കോളേജിൽ അതിൽ ലാഭം ഉണ്ടാവുന്നു, ഹോസ്പിറ്റൽ നഷ്ടമാകുന്നത് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഇപ്പം ഇവിടെ ഡോക്ടർ ബെന്നി പറയുന്നത് നേരെ തിരിച്ചാണ് ഈ പറയുന്നത്. അതായത് അത് രണ്ട് കാരണമുണ്ട്. നമ്മളുടെ ഫീസുകള് മെഡിക്കൽ കോളേജ് ലാഭമാകുന്നെങ്കിൽ ഫീസ് കൂട്ടണം. നമ്മുടെ ഫീസ് 85% കുട്ടികൾക്ക്, നമുക്ക് MBBS 150 സീറ്റ്സ് ആവുന്നത്, അതില് 85% കുട്ടികളുടെ ഫീസ് സെയിം ഫീസാണ്. അപ്പൊ നമ്മൾ അന്ന് തീരുമാനം എടുത്തത് ജനറൽ മെറിറ്റിലുള്ള 35% സ്റ്റുഡൻസിന്റെ ഫീസ് തന്നെയാണ് മാനേജ്മെന്റ് കോട്ടയിൽ വരുന്ന കുട്ടികളുടെ ഫീസും. സാറ് പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണ്. അതൊരു ഫിനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ ചെയ്യണമായിരുന്നെങ്കിൽ ജനറൽ മെറിറ്റിൽ വരുന്ന ഫീസിനേക്കാളും വളരെ കൂടുതലായിട്ട് മാനേജ്മെന്റ് കോട്ടയിൽ ഫീസ് വെക്കണം. അത് വെച്ചിട്ടില്ല നമ്മൾ. അപ്പൊ 85% ആളുകളുടെ ഫീസ് സെയിം ആണ്, ജനറൽ മെറിറ്റ് മാനേജ്മെന്റ്. NRI കോട്ടയിലുള്ള കുട്ടികളുടെ മാത്രമാണ് ഫീസ് അല്പം കൂടുതൽ, അത് 15% ഉള്ളൂ. അപ്പൊ ഇത് ഇക്കണോമിക്സ് നമുക്ക് അറിയാത്തത് കൊണ്ടല്ല, നമ്മൾ ആ ഇക്കണോമിക്സ് ചിന്തിക്കാതിരുന്നതിന്റെ കാരണം വി വാണ്ട് ടു എൻഷുർ ദാറ്റ് പീപ്പിൾ ഹു കം ഇൻ ദ മാനേജ്മെന്റ് കോട്ട ഷുഡ് ഹാവ് എൻ അഫോർഡബിൾ മെഡിക്കൽ എഡ്യൂക്കേഷൻ. അല്ലെങ്കിൽ ഉണ്ടാകുന്നത് മാനേജ്മെന്റ് കോട്ടയിൽ ഭയങ്കര ഫീസ് വെച്ചാൽ അത് മാനേജ്മെന്റിന്റെ അഫോർഡബിൾ ആളുകൾക്ക് മാത്രമേ ആക്സസിബിൾ ആകുള്ളൂ. സോ വി വാണ്ട് ടു എൻഷുർ ദാറ്റ് 85% ഓഫ് ദ പീപ്പിൾ
മാനേജ്മെന്റ് ആൻഡ് മെറിറ്റ് ഹാവ് ദ സെയിം ഫീസ് സ്ട്രക്ചർ. ഓക്കെ അതാണ് സാറ് പറഞ്ഞ ലോജിക്ക് അപ്സൈഡ് ഡൗൺ ആവുന്നത്. ഓക്കെ ദെൻ നെക്സ്റ്റ് പോയിന്റ്. അപ്പൊ അതിനെ തുടർന്ന് പറഞ്ഞില്ലേ നേഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നഴ്സിംഗ് കോളേജും നമ്മളുടെ നഷ്ടത്തിലാണ്. അത് ഇതേ ലോജിക്ക് തന്നെയാണ്. നമ്മുടെ ഫീസ് റിലേറ്റീവ്ലി കുറവാണ്. ഹോസ്പിറ്റലാണ് നമ്മളുടെ ഈ മെഡിക്കൽ കോളേജിന്റെയും നഴ്സിംഗ് കോളേജിന്റെയും നഴ്സിംഗ് സ്കൂളിന്റെയും വരുന്ന ഫിനാൻഷ്യൽ ബേർഡനെ ഒരുവിധം ബ്രേക്ക് ഈവൻ പോകുന്നത് ഹോസ്പിറ്റലാണ്. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ വരാം, എന്തുകൊണ്ടാണ് ഇത്രയും ലോ ഫീസ് വെച്ചിട്ട് ഇത്രയും ബ്രേക്ക് ഈവൻ മറ്റേനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇറ്റ് ഈസ് പ്യൂർലി ബിക്കോസ് ഓഫ് ദ ഇക്കോണമി ഓഫ് സ്കെയിൽ. നമുക്ക് ഒരു ദിവസം ഇപ്പൊ ഇന്നലത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ, ഇന്ന് ഞങ്ങൾക്ക് ഹോളിഡേ ആണ്. ഇന്നലത്തെ കണക്ക് ഇന്നലെ 2,242 ഔട്ട് പേഷ്യൻസ് ഉണ്ടായിരുന്നു. ഇന്നലെ ഏതാണ്ട് huge. I mean, we are one of the largest healthcare providers of India. 2,000. Yeah, can you imagine? Okay. അല്ല, Can you imagine what? അപ്പൊ ഡോക്ടർ പെന്നി, ഇത്രയും ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ നാച്ചുറലി ദർ ഈസ് സംതിങ് എൽസ്. ഒന്നാമത് റീസണബിൾ ആണ്, അല്ലാതെ എല്ലാ ആൾക്കാർ വരത്തില്ലല്ലോ. If you look at, that's a very good question, Mr. Matthew. നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ 3 പിവറ്റൽ പോയിന്റ് എന്ന് പറയുന്നത്, ഒന്ന് എത്തിക്കൽ ഹെൽത്ത് കെയർ ഡെലിവറിയാണ്, രണ്ടാമത്തത് ഈസ് ആക്സസബിൾ ഹെൽത്ത് കെയർ ഡെലിവറി, മൂന്നാമത്തത് അഫോർഡബിൾ ഹെൽത്ത് കെയർ ഡെലിവറി. അത് കൊടുക്കുന്നുണ്ടെന്ന് ഏതാണ്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ അവിടെ വരുന്നത്. Can you imagine what is a daily footfall in our healthcare institution? Can you make a guess? I have no idea about that. ഞങ്ങളുടെ ഈ സ്ഥലത്ത് ഒരു ദിവസം വന്നു പോകുന്ന ആളുകള് 15,000 to 20,000 people. ഓ, അപ്പൊ ഏറ്റവും കൂടുതൽ കേരളത്തിൽ അപ്പൊ മെഡിക്കൽ കോളേജിനേക്കാളും കൂടുതൽ വരുന്നുണ്ട് അവിടെ ആൾക്കാര്. അതാണ് ഞാൻ അതാ പറയുന്നത്. നമുക്ക് ഇനവേ, അതുകൊണ്ട് ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു മീഡിയയിലെ ചർച്ചയ്ക്ക് പറഞ്ഞപ്പോ വന്നത്, ഈ ഒരു ഇന്നവേ ഈ നഴ്സിംഗ് സമരം ഞങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് പുറത്ത് പറയാനായിട്ടൊരു അവസരമായി പോയി. കാരണം ഞങ്ങളെ സംബന്ധിച്ച് വി ഡോണ്ട് ഡു എനി പെയ്ഡ് മാർക്കറ്റിംഗ്, വി ഡോണ്ട് ഡു എനി അഡ്വർടൈസ്മെന്റ്. ഇത് പറയാനുള്ള അവസരമായി ഞങ്ങൾക്ക്. വി ആർ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ ദിസ് പാർട്ട് ഓഫ് ദ കൺട്രി. വി ഹാവ് 475 doctors, 43 departments, 1,100 nurses, altogether 3,600 employees, 1,500 students, 8 different campuses. അതിന്റെ അകത്ത് അച്ഛന്മാരും കന്യാസ്ത്രീകൾ ഫ്രീ ആയിട്ടല്ലേ വർക്ക് ചെയ്യുന്നേ? അല്ല, അതില് മാനേജ്മെന്റ് പ്രതിനിധികളായിട്ടുള്ള അച്ഛന്മാർക്ക് ഒരു സ്റ്റൈപ്പൻഡ് ആണ് കൊടുക്കുന്നത്. മിനിമം സ്റ്റൈപ്പൻഡ്, വിച്ച് ഐ വുഡ് സേ എനിക്കത് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും വളരെ മിനിമം. അവിടുത്തെ ഏറ്റവും മുകളിലുള്ള ആള് ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ സാലറി എന്ന് പറയുന്നത്, ഇത് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, ഞാൻ ഒന്നുകൂടെ കൺഫേം ചെയ്യപ്പെടാൻ ഐ ആം ഗോയിങ് ടു ഷെയർ ഇറ്റ്. ഇത് അനുവദനീയം അല്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്യാൻ പറയും. 10,000 രൂപയാണ് അദ്ദേഹത്തിന്റെ സാലറി. അവിടെയുള്ള ഇതാണ് മാനേജ്മെന്റിലുള്ള. You're talking about $100, അല്ലേ? roughly around $100 per month. Now, ഇത് ബാക്കിയുള്ള ആളുകൾക്ക്, സിസ്റ്റേഴ്സ് കുറച്ച് പേരുണ്ട്, അവർക്കൊക്കെ വേ നോട്ട് പേ ഇതുപോലെയല്ല, എന്നാൽ വി ആർ ഗിവിംഗ് ദം സം സാലറി. പക്ഷെ ഒരു സ്റ്റൈപ്പൻഡ് രീതിയിലാണ് മാനേജ്മെന്റിലുള്ളവർ ജോലി ചെയ്യുന്നത്. അതായത് അവിടുത്തെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ബോർഡ് മെമ്പറായ ഡയറക്ടർക്ക് ഏതാണ്ട് 10,000 ശമ്പളം. ഓക്കെ, അപ്പം ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഇപ്പം ഏകദേശം സാലറിയുടെ ഡാറ്റ പറഞ്ഞു. അവിടുത്തെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, നേഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനും നഷ്ടത്തിലാണെന്ന് പറഞ്ഞു. ഫുഡ് ഫാൾ എന്ന് പറയുന്നത് ഏകദേശം 15,000 to 20,000 എന്ന് പറഞ്ഞു. OP കൺസൾട്ടേഷൻ 100ഉം 200ഉം ആണെന്ന്. സ്പെഷ്യാലിറ്റി നോർമലായിട്ട് 100, 200. അതേപോലെ സർജറി എന്ന് പറയുന്നത് 30 to 35% മറ്റുള്ള കോർപ്പറേറ്റ് ഹോസ്പിറ്റലുമായിട്ടും മറ്റുള്ള ഹോസ്പിറ്റലുകളെ കമ്പയർ ചെയ്യുമ്പോൾ. എൻ്റെ ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്, പിന്നെങ്ങനെയാണ് ഇത് ലാഭത്തിൽ പോകുന്നത്? ഒരു വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. നമുക്ക് 2-3 സ്ട്രാറ്റജിയാണ് ഞങ്ങൾ എടുക്കുന്നത്. ആക്ച്വലി അത് സീക്രട്ടാണ് കേട്ടോ, പക്ഷെ എന്നാൽ ഞാൻ മിസ്റ്റർ മാത്യുവായിട്ട് ഷെയർ ചെയ്യാം. ഒന്ന്, ബിക്കോസ് ഓഫ് ദ വോള്യൂം. ആസ് ഐ സെഡ്, ദർ ഇസ് എൻ ഇക്കോണമി ഓഫ് സ്കെയിൽ ദാറ്റ് വി ഓപ്പറേറ്റ്. ഇക്കോണമി ഓഫ് സ്കെയിൽ നമുക്ക് നല്ലോണം ഉണ്ട്. വോള്യൂം ആക്ച്വലി ഇസ് വെരി ഹൈ. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇറ്റ്സ് നോട്ട് വെരി ബിഗ്, but it's minor contribution we get it through CSR, മറ്റുള്ള ഓർഗനൈസേഷൻസിന്റെ
CSR കോൺട്രിബ്യൂഷൻസ് ഞങ്ങൾ ഞാൻ പറയും ഐ എം നോട്ട് അറ്റ് ഓൾ ashamed to beg from people. I used to go outside to beg money from people, which is their CSR contribution, which is mandatory to their organization because of the CSR initiative or plus they can prove. CSR മാൻഡേറ്ററി ആയിട്ടും നോൺ മാൻഡേറ്ററി ആയിട്ടൊക്കെ തരാറുണ്ട്. ഞാനൊരു കുറച്ച് എക്സാമ്പിൾസ് ഇപ്പൊ പറയാം. ഞങ്ങളൊരു വി ആർ ഗോയിങ് ടു ഹാവ് വൺ ഓഫ് ദ ബെസ്റ്റ് ബിഗസ്റ്റ് ഡയാലിസിസ് സെന്റേഴ്സ് ഇൻ ദിസ് പാർട്ട് ഓഫ് ദ കൺട്രി, which is going to be inaugurated very soon, which is a CSR initiative of a group. We have a couple of 2-3 ambulances running because of the CSR initiative. We recently had a burns unit CSR initiative. അങ്ങനെ കുറച്ചൊക്കെ ഒരു CSR initiative ആണ് ഒരു സ്ട്രാറ്റജി ചെയ്യുന്നത്. രണ്ടാമത്തെ സ്ട്രാറ്റജി വിച്ച് വി സ്റ്റാർട്ടഡ് വെരി റീസെന്റ് ഇസ് എ കോൺസെപ്റ്റ് ഓഫ് ക്രോസ് സബ്സിഡി. നമുക്ക് കുറച്ച് ഒരു എന്താ പറയാ ഹൈ എൻഡ് റൂംസ് അവിടെ ഫെസിലിറ്റികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ വാട്ട് എവർ മണി വി ഗെറ്റ് ഫ്രം ദെയർ വി ആർ ട്രൈങ് ടു ചാനലൈസ്. ഇങ്ങനെ 2-3 സ്ട്രാറ്റജികളാണ് നമ്മൾ ഇതിന് ബ്രേക്ക് ഈവൻ ആക്കുന്നത്. ഇതിന് FCRA ഉണ്ടോ? ഉണ്ട് FCRA ഉണ്ട്. ഓക്കെ, മറ്റുള്ള വിശ്വാസികൾ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. FCRA നമുക്ക് വളരെ വളരെ കുറച്ച് റിസർച്ചിനാണ് വരുന്നത്. ഓൾമോസ്റ്റ് റിസർച്ചിനാണ്. പിന്നെ നമുക്ക് മുമ്പ് FCRA വന്നത് we partner with an organization called Smile Train. I don't know whether you're aware of Smile Train. It is an agency which supports cleft lip surgeries. അപ്പം cleft lip സർജറിക്ക് മുമ്പ് FCRA വഴിയാ വന്നത്. ഇപ്പൊ അത് മാറി, ഇപ്പൊ ഒരു ഇന്ത്യൻ അക്കൗണ്ടിൽ കൂടെ വരുന്നത്. FCRA കോൺട്രിബ്യൂഷൻ ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ ആണ് ഞങ്ങൾക്ക്, വളരെ മൈനർ ആയിട്ട് അവിടെ നിന്ന് ഇവിടുന്ന് വരുന്നതാണ്. വിശ്വാസികളുടെ കോൺട്രിബ്യൂഷൻ തുടക്കത്തിൽ അവര് ഞാൻ മനസ്സിലാക്കുന്നത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ട്രസ്റ്റ് ലീസിന്റെ ഭാഗമായിട്ടാണ് താല്പര്യം കിട്ടിയിരിക്കുന്നത്. അപ്പൊ റെഗുലർ ആയിട്ട് വിശ്വാസികള് നിർബന്ധപൂർവ്വം കോൺട്രിബ്യൂഷൻ ഇല്ല. പക്ഷെ എന്നിരുന്നാലും അവരുടെ ഒരു പുവർ ഫണ്ടിങ് ഇനീഷ്യേറ്റീവ്സിലൊക്കെ നമുക്ക് തരാറുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ഒരു കാര്യം കൂടെ ഞാൻ 1-2 കാര്യം കൂടെ എനിക്ക് പറയുന്നത് വളരെ പേഴ്സണൽ ആണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതില് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് കൂടാതെ ഞങ്ങള് ഫ്രീ ഫുഡാണ് ഉച്ചയ്ക്കും രാത്രിയും ഡിസേർവിംഗ് പേഷ്യൻസിന് കൊടുക്കുക. ഏതാണ്ട് കഴിഞ്ഞ കൊല്ലത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 8,000-ഓളം ഡയാലിസിസ് തന്നെ ഫ്രീ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ഞങ്ങളുടെ വി ഹാഡ് അവർ അഡ്വൈസറി ബോർഡ് മീറ്റിംഗ് ലാസ്റ്റ് വീക്ക്. ഇതൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ റേറ്റുകളാണെങ്കിലും കഴിഞ്ഞ ഒരു കൊല്ലത്തിനുള്ളില് ഞങ്ങള് ഡിസ്കൗണ്ട് ടു ദ പേഷ്യൻസ് ആൻഡ് ഫ്രീ ട്രീറ്റ്മെന്റ് കൊടുത്തത് അറൌണ്ട് 17 crores ആണ്, 17 കോടി രൂപയാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇനി അത് ഒരു കാര്യം ചില പേഷ്യൻസ് ചിലപ്പോൾ പണമില്ലാതെ വരുന്നു, അവിടെ ബില്ല് അടയ്ക്കാതെ വരുന്നു. അപ്പൊ അവരോടുള്ള ഏത് ആറ്റിറ്റ്യൂഡായിരിക്കും നിങ്ങളുടെ ജൂബിലി മിഷൻ മാനേജർ? അത് കാരണം ഇതൊരു വലിയ കോൺട്രവേഴ്സിയാണ്, ഇത് കേരളത്തിൽ വലിയൊരു കോൺട്രവേഴ്സിയാണ് ബേസിക്കലി. അതെ. അപ്പൊ അതൊരു ഭയങ്കര ഒരു പെർട്ടിനന്റ് ക്വസ്റ്റ്യൻ ആണ് എന്നെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കാൻ പോകുന്നത്. അതിന്റെ ഒരു സിമ്പിൾ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ 17 കോടി രൂപ. നമ്മൾ 2-3 കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊരു 2 കൊല്ലം മുമ്പ് ഒരു കെയർ കാർഡ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഈ പറയുന്ന വാർഡ് പേഷ്യൻസിന് നാം കൊടുക്കുന്ന സബ്സിഡൈസ് ട്രീറ്റ്മെന്റ് പോലും അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മളൊരു കാർഡ്, അവരൊരു കെയർ കാർഡ് ഇവിടെ മുനിസിപ്പാലിറ്റികളിലും കൗൺസിലേഴ്സിനൊക്കെ കൊടുത്തിട്ടുണ്ട്, പള്ളിയിലെ അച്ഛന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു പേഷ്യന്റ് ബില്ലടയ്ക്കാൻ പറ്റാത്താണെങ്കിൽ അവര് ഈ കാർഡ് കൊണ്ടുവരാണെങ്കിൽ they get 30 to 40% further discount on the bill that they need to pay. That's one. Second, we partner with few foundations. അങ്ങനെ ഫോർ എക്സാമ്പിൾ കൊച്ചോസ് ചിറ്റപ്പള്ളി ഫൗണ്ടേഷൻ, മുത്തൂറ്റ്, അങ്ങനെ കുറെ ഫൗണ്ടേഷൻസ്, വി ഗാർഡ്, ആലുക്കാസ്, ഇങ്ങനെ ഈ ഫൗണ്ടേഷൻസുമായിട്ട് ഞങ്ങൾക്കൊരു എഗ്രിമെന്റ് ഉള്ളത് കൊണ്ട് പാവപ്പെട്ട പേഷ്യൻസ് വന്നാല് ഞങ്ങള് അവരെ ഇവരുമായി കണക്ട് ചെയ്ത് they also help us to give. Because ഞങ്ങളുടെ വിഷൻ സ്റ്റേറ്റ്മെന്റ്, I don't know whether you went through our vision statement. 3 pertinent കാര്യങ്ങൾ ഉണ്ടായത് വിഷൻ സ്റ്റേറ്റ്മെന്റ്. ഒന്ന്, we want to be a world leader, which is on clinical outcome, patient experience, medical education and research. രണ്ടാമത്തെ പ്രധാനപ്പെട്ടത് all guided by the Catholic medical ethics. ഏറ്റവും അവസാനത്ത് affordability of patients. So we don't say that every patient will get free.
But deserving patients we try to subsidize to the maximum. അതാ അതാണ് കഴിഞ്ഞ കൊല്ലത്തെ 17 കോടി. അതായത് ഡോക്ടർ ബെന്നി പറയുന്ന ഒരു പ്രോഫിറ്റ് മേക്കിംഗ് അല്ല ഇത്. അല്ല. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഒരു ചോദ്യം കൂടെ ചോദിക്കും. കാത്തലിക് സഭ മോശമായ സഭയല്ല, നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അച്ഛന്മാരുണ്ട്, താങ്കളെ പോലുള്ളവരുണ്ട്, മെത്രാന്മാരുണ്ട്. ഈ പറയുന്ന ഏറ്റവും കൂടുതൽ നേഴ്സിംഗ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന മലയാളികളാണ്, വളരെ സോളിഡാണ്. നിങ്ങൾക്കിതെന്തുകൊണ്ട് ഈ നേഴ്സസ് കമ്മ്യൂണിറ്റിയോടും അവരുടെ പേരൻസിനോടും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല? ഓക്കെ, ഗുഡ് ക്വസ്റ്റ്യൻ. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ ഞാനത് ഐ വുഡൻറ്റ് എഗ്രി. അങ്ങനത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് കൊണ്ടാണ് 80% ആളുകൾ വരുന്നത്. പക്ഷേ മറ്റുള്ള ആളുകൾ എടുക്കുന്ന കമ്മ്യൂണിക്കേഷൻ മെത്തഡോളജിയും ആ ഒരു പാറ്റേണും ഒരുപക്ഷെ നമ്മുടെ സഭയിൽ ഞങ്ങൾ എടുത്തിട്ടില്ല. അത് ഞാൻ ഇവിടെ വിശദാംശം പറയുന്നില്ല. പക്ഷേ 80% ആളുകൾ, അല്ലെങ്കിൽ 75-80% ആളുകൾ ഉള്ളത് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ്. ആൻഡ് ദേ നോ ദ റിയാലിറ്റി, റൈറ്റ്? ഐ മീൻ ദേ നോ ദ റിയാലിറ്റി. ഈ സമരത്തിന്റെ ഗതികൾ പാളിയത്, സമരത്തിന്റെ രീതികൾ പാളിയത് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് കൊണ്ടും ഇവരുടെ സ്ട്രാറ്റജികൾ അല്പം ആശുപത്രി തൊഴിലാളി ബന്ധത്തിൽ നിന്ന് ഇതിന് വേറെ മാനങ്ങളിലേക്ക് പോയത് കൊണ്ടാണ് സ്ട്രാറ്റജി ഒക്കെ മാറിയത് വരാൻ. അല്ലെങ്കിൽ ഐ വാസ് ഷുവർ ദാറ്റ് ദിസ് വുഡ് ഹാവ് ബീൻ എൻഡഡ് മച്ച് ഏർലിയർ. ഞാൻ സാറിനൊരു കാര്യം പറയും, ഇങ്ങനെയൊക്കെ ഇഷ്യൂ വന്നു കഴിയുമ്പോൾ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഒക്കെ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് ഉണ്ടാകാം. സാറ് താങ്കൾ ഈ പറയുന്ന മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിയൊക്കെ പഠിച്ച ഒരാളാണ്, വിദേശത്ത് ജോലി, കാരണം ഇതൊക്കെ ഉണ്ടാകാം, പോസിബിലിറ്റിയാണ്. കാരണം കോമ്പറ്റീഷനുണ്ട്, മറ്റു പല വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഉണ്ട്, മറ്റു പലതും ഉണ്ട്. ഇതൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് പാളിച്ച ഉണ്ടായി എന്ന്. അല്ലെങ്കിൽ 110 ദിവസം ഇത്രയും കുട്ടികൾ അവിടെ സമരം ചെയ്യുമ്പോൾ അപ്പോൾ അവർക്ക് ഈ പ്രോപ്പറായിട്ടുള്ള ക്രിസ്റ്റൽ ക്ലാരിറ്റി ഇല്ലാതെ പോയി, പ്രത്യേകിച്ച് കാത്തലിക് കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടികൾക്ക്. അപ്പോൾ എന്തുകൊണ്ട് ആ ക്ലാരിറ്റി പോയി? ലാക്നെസ് എവിടെയാണ് ഉണ്ടായത്? ഞാനത് ഫുള്ളി അത് എഗ്രി ചെയ്യില്ല. കാരണം ഞാൻ പറയാണ്, സാർ ഒരു കാര്യം ചെയ്യും, ഞാൻ ഇവിടെ ഉറങ്ങുക എന്ന് വിചാരിക്കാം, സാറിന് എന്നെ വിളിച്ചാൽ എന്നെ എഴുന്നേൽപ്പിക്കാം. പക്ഷെ ഐ ക്യാൻ ഗിവ് യു എ ഗ്യാരണ്ടി, ഞാൻ ഉറങ്ങാൻ അഭിനയിക്കുകയാണെങ്കിൽ സാർ എത്ര ശ്രമിച്ചാലും എനിക്ക് ഉറക്കക്ഷീണം എഴുന്നേൽക്കാൻ പറ്റില്ല. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ. ഞാനത് സാറെ കുള്ളി ജസ്റ്റിഫൈ ചെയ്യാനില്ല. ഇഫ് യു ആസ്ക് മീ another question, do you think that you could have done better? Yes, we could have done better. പക്ഷെ സാർ ആ പറഞ്ഞ ഒരു ആർഗ്യുമെന്റിൽ ഐ ആം സോറി ദാറ്റ് ഐ വുഡ് ഹാവ് ടു beg difference. ഓക്കെ, ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വലിയ പാടാണ് ലോകത്തെവിടെയും. ജൂബിലി എന്ന് പറയുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യയിൽ തന്നെ. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഡെലിബറേറ്റ് ആയിട്ട് നശിപ്പിക്കുന്ന രീതിയിൽ നേഴ്സ് സമരമാണെങ്കിലും ഏത് സമരവും സാലറി തെറ്റായ രീതിയിലുള്ള ഇലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. ഇവിടെ ഈ സമരത്തെക്കുറിച്ച് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോണ്ടെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഹൈക്കോർട്ടിന്റെ ഒരു ഓർഡർ പ്രകാരം 2023 എൻ്റെ ഓർമ്മ, 22 ഓർഡർ പ്രകാരം 14 ദിവസത്തെ നോട്ടീസ് തരാതെ സമരത്തിന് പോകരുത്. ഇവിടെ കാഷ്വാലിറ്റി ICU എന്നൊക്കെ ആവശ്യപ്പെട്ട നോട്ടീസുകൾ തരാതെ സുപ്രഭാതത്തിന് ഇറങ്ങിപ്പോവാണ് ചെയ്തത്. ഗവൺമെന്റ് പലപ്പോഴും സമരത്തിന് തിരിച്ചു വരാൻ പറഞ്ഞ് സമരത്തിന് അവരെ തിരിച്ചു വരാതിരുന്നതാണ് ഈ സാഹചര്യം ഇത്രയും മോശമാക്കിയത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ട് ഈ സമരം ജൂബിലിയിലേക്ക് വരുന്നു, സർക്കാർ തീരുമാനം എടുക്കേണ്ട ഒരു കാര്യത്തിന് എന്തുകൊണ്ട് ജൂബിലിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ലാസ്റ്റ് പോയിന്റ് എൻ്റെ ഇതാണ്, ഞങ്ങളുടെ ഒരു മോഡൽ ഈസ് എ വെരി യുണീക്ക് മോഡൽ. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ IIM അഹമ്മദാബാദ് ഈസ് റൈറ്റിംഗ് എ കേസ് സ്റ്റഡി അബൌട്ട് അസ്. അപ്പൊ ഇവിടെ ഞങ്ങൾ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ പാവപ്പെട്ട ഡിസേർവിംഗ് രോഗികളെ അഫോർഡബിൾ ആയ ആക്സസബിൾ ആയ എത്തിക്കൽ ഹെൽത്ത് കെയർ കൊടുക്കാൻ തടസ്സപ്പെടുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഞങ്ങൾ അനുവദിക്കില്ല. That's all I want to communicate. Thank you very much. Thank you.